ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതിലെ ഇറങ്ങിയപ്പം ഗ്രൗണ്ട് കാണിക്കാൻ പറ്റില്ല, ഭയങ്കര അലമ്പായിരുന്നു. ഇവിടെ ഞാൻ നടന്നു പോകുന്ന സ്ഥലം ഫുള്ള് ചെള്ളയായിരുന്നു. ചെള്ളയെന്ന് ചോദിച്ചാൽ ഭയങ്കര ചെള്ള. ഇവിടെ ചെറിയൊരു കുഴിയുണ്ട്. കളി തോറ്റേൻ്റെ ദേശത്തിൽ പിള്ളേരെല്ലാം ഇതിൻ്റെ അകത്ത് കിടന്ന് മെറിക്കും. പിന്നെ ഓരോന്നിനും പനിയാവും. പിന്നെ അങ്ങനെ 2-3 പേര് വരത്തില്ല. മൊത്തം ഉടായ്പ പിടിച്ച പിള്ളേരാണ്. ഇതാണ് ഗ്രൗണ്ട്. ഇത് സ്കൂളാണ്. സ്കൂളിൻ്റെ ബാക്കിലുള്ള സ്കൂൾ ഗ്രൗണ്ടാണ്. പക്ഷേ സ്കൂളിലെ പിള്ളേരെ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഡ്രില്ലൊന്നും അങ്ങനെ ഇപ്പം പിള്ളേർ ഇറങ്ങാറില്ല. ഇത് ഇപ്പം ഞങ്ങൾക്കായിട്ട് ചോദിച്ചപ്പോൾ കളിക്കാൻ തന്ന ഗ്രൗണ്ടാണിത്. അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ്. വർഷത്തിൽ ഒന്നൊക്കെ പഞ്ചായത്ത് മേള കളിക്കുന്നതാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി അങ്ങനെയുള്ള പഞ്ചായത്ത് മേളയല്ലേ ഇവിടെ കളിക്കും. ടൂർണമെൻറ്റ് ഗ്രൗണ്ടെന്നും പറയും. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ എന്നും രാവിലെ വരുന്നത്. ഇവിടെ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു വരാൻ. പിന്നെ നമുക്കൊരു തോന്നൽ വരും, പഠിക്കണം, അത് പഠിക്കണം. ഓരോ ചേട്ടന്മാരെ സ്കിൽസൊക്കെ ചെയ്യുമ്പം നമുക്കിത് പഠിക്കണമെന്ന് തോന്നും. ഇതാണ് ഈ സ്കൂൾ, കണ്ടോ. അവിടെയും ചെറിയൊരു ഗ്രൗണ്ടുണ്ട്. ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടാണ്. ബാസ്കറ്റ് ബോളിൻ്റെ അതൊക്കെ പോയി, ആ സൈഡിലത്തെ മരം വീണ്. അപ്പം അങ്ങനെ ആരും കളിക്കുന്നൊന്നുമില്ല. ഇതാണ് സ്കൂൾ. എൻ്റെ അകത്തോട്ടൊക്കെ ഉള്ളത് പക്ഷേ ഞാൻ കാണിച്ചത് നല്ലൊരു മാവാണ്. ഇതേ ഒറ്റ മാങ്ങ പോലും ഇതേ കിളുത്ത് ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ ഇഷ്ടം ഓടി കളിച്ചിട്ടുള്ള ഒരു പ്ലേസാണ്. ഇവിടെ വീഴാത്ത പിള്ളേരാരുമില്ല. ഇതായിരുന്നു ഞങ്ങളുടെ 10ലെ ക്ലാസ്സായിരുന്നു ഇത്. ക്ലാസ്. ഇതിൻ്റെ ഇപ്പറയും ഒരു ഗ്രൗണ്ടുണ്ട്. ഇതിൻ്റെ ഇപ്പറയും ഒരു ഗ്രൗണ്ടാണ്. ഇവിടെയായിരുന്നു ചെറിയ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്നത് കളിക്കുന്ന കാലത്ത്. പിന്നെ ആരും ഇവിടെ കളിക്കാൻ വഴി. ചില സമയങ്ങളിൽ ചില ബാച്ചിലെ പിള്ളേർ വരുമ്പം അവരിറങ്ങും, ഫുട്ബോളായിട്ട് ഇറങ്ങും. അപ്പോൾ ബോളെന്നൊക്കെ പറയണമെങ്കിൽ ഇവിടെ ആരെങ്കിലും മേടിച്ച് കൊടുക്കണം. 10ലെ പിള്ളേരെയൊന്നും അങ്ങനെ, ഞാനൊക്കെ 10ൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇറക്കുമായിരുന്നു. മാസത്തിൽ ഒന്നൊക്കെ ഇറക്കത്തുള്ളാണ്. എന്ന് വെച്ചാൽ ആനക്കൊട്ട മാർക്കൊന്നുമില്ല. ആരും പഠിക്കത്തില്ലെന്ന് പറയുന്നില്ല, എല്ലാവരും മീഡിയം ലെവലിൽ പഠിക്കുന്നതാണ്. ഇവർക്ക് തന്നെ +2-ൽ +1 ഉണ്ട്. അതാണ് +1-ൻ്റെയും +2-ൻ്റെയും കെട്ടിടം. ഇത് 5 തൊട്ട് 10 വരെയുള്ള കെട്ടിടമാണ്. 5 തൊട്ട് 10 വരെയുള്ള പിള്ളേരുടെ കെട്ടിടം പഠിക്കാനുള്ള. ഇതാണ് ഹയർ സെക്കൻഡറി. ഉണ്ടോ ഇവിടെ +1 സയൻസും ഹ്യൂമാനിറ്റീസും പിള്ളേർ, ഇപ്പറേ +2-ലെയും +2 പഠിക്കുന്ന സയൻസും ഹ്യൂമാനിറ്റീസും. ഞാനൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ ഇവരുടെ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. 5 തൊട്ട് തന്നെ ഇവരുടെ NSSലാണ് പഠിക്കുന്നത്. അപ്പം ഇത് ഗേൾസിൻ്റെ ഈ വൈകുന്നേരം ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകാനുള്ളൊരു ചെറിയ വേറെ നല്ല രസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാഗയാണ് ഫുള്ള്. ഇവിടെ ഇവർ ഗ്രൗണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഫുള്ള് വാഗ വെച്ചാൽ. അപ്പോൾ അത് ചില ഒരു സീസൺ ആകുമ്പോൾ ഇങ്ങനെ പൂക്കും. അപ്പോൾ നല്ല രസം. ഈ പൂക്കൾ പിള്ളേർ എടുത്ത് ക്ലാസ്സിലൊക്കെ വലിച്ചെറിയുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അതൊക്കെ ഇടയ്ക്കൊന്ന് നിർത്തിയായിരുന്നു. പ്രിൻസിയൊക്കെ വന്ന് ഭയങ്കര കലിപ്പായ വാഗയൊക്കെ. ഇതാണ് ഇവിടെ ഗ്രൗണ്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടത്. ഇത് ടീച്ചേഴ്സിൻ്റെ കാറ് പാർക്ക് ചെയ്യുന്നൊരു ഏരിയ. ഇവർക്ക് കളിക്കാൻ ഒരു മാർഗ്ഗമില്ല. ഒന്ന് സ്പോർട്സൊക്കെ വന്ന് ആദ്യം ട്രെയിനിങ് ഗ്രൗണ്ടിൽ വന്നാലായി. അല്ലാതെ +1-നും +2-ക്കും കളിക്കാൻ ഒരു മാർഗ്ഗമില്ല. അപ്പം
ഇത്രേ ഉള്ളൂ ഈ ചെറിയ വീഡിയോയിൽ. അപ്പം നാളെ ട്രെയിനിങ്ങിൻ്റെ വിശേഷമായി നാളെ കാണാം.